തോമസ് കെ തോമസ് എം.എൽ.എ മുഖ്യമന്ത്രിയെ കാണാൻ ക്ലിഫ് ഹൌസിലെത്തി. മന്ത്രിസ്ഥാനത്തിന്മേൽ അവകാശവാദം ഉന്നയിച്ച് കത്ത് നൽകാനാണ് തോമസ് കെ തോമസും പി.സി. ചാക്കോയും മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച നടത്തുന്നത്. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, തോമസ് കെ തോമസ് എം.എൽ.എ മുഖ്യമന്ത്രിയെ കാണാൻ ക്ലിഫ് ഹൌസിലെത്തിയിരിക്കുന്നു. ഈ ഒരു കൂടിക്കാഴ്ചയുടെ അജണ്ട എന്താണ്? നേരത്തെ നിശ്ചയിച്ചിരുന്നതാണ് ഒക്ടോബർ 3-ാം തീയതി NCP സംസ്ഥാന അധ്യക്ഷൻ പി.സി. ചാക്കോയും തോമസ് കെ തോമസ് എം.എൽ.എയും മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ട് ശരത് പവാർ നൽകിയ കത്ത് കൈമാറുമെന്ന്. ഇപ്പോൾ A.K. ശശീന്ദ്രനാണ് മന്ത്രിസഭയിൽ NCPയുടെ പ്രതിനിധിയായിട്ടുള്ളത്. ഈ ശശീന്ദ്രന് പകരം തോമസ് കെ തോമസിനെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള കത്താണ്. ഈ കത്ത് മുഖ്യമന്ത്രിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇടതുമുന്നണിയിൽ ഉൾപ്പെടെ നടക്കേണ്ട സാഹചര്യമുണ്ട്. ഒരു പക്ഷേ കത്ത് സ്വീകരിക്കും, ആദ്യഘട്ടത്തിൽ ചർച്ച നടത്തും. അതേസമയം NCPയിൽ മന്ത്രിസ്ഥാനം വെച്ചുമാറുന്നതിന് ചൊല്ലി വലിയ തരത്തിലുള്ള വിവാദങ്ങളും ചർച്ചകളും നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. A.K. ശശീന്ദ്രൻ നിലവിലെ സാഹചര്യത്തിൽ മന്ത്രിസ്ഥാനം ഒഴിയത്തില്ല. പകരം തോമസ് കെ തോമസിന് മന്ത്രിസ്ഥാനം ലഭിക്കാനുള്ള സാധ്യതയും വിരളമാണ്. എങ്കിൽ പോലും മുന്നണി മര്യാദ അനുസരിച്ച് മുഖ്യമന്ത്രിക്ക് ഈ നിലവിലെ മന്ത്രിയെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നണിയുടെ നേതാവ് കത്ത് നൽകി കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് എതിർക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. എന്നിരുന്നാലും LDF-മായി അല്ലെങ്കിൽ ഇടതുമുന്നണിയിൽ ചർച്ച നടത്തിയ ശേഷം മാത്രമേ മന്ത്രിസഭാ പുനഃസംഘടനയും ഒപ്പം സത്യപ്രതിജ്ഞ ചടങ്ങുകളും ഉണ്ടാവുകയുള്ളൂ. അതിനിപ്പോൾ നിയമസഭാ സമ്മേളനം നാളെ തുടങ്ങുന്ന സാഹചര്യത്തിൽ ഏറെ നീണ്ടുപോകാനാണ് സാധ്യത. ശരി ബിനോയ്.